നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മുതൽ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് വരെ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണം വി ഡി സതീശൻ മുഖ്യമന്ത്രിയാൽ ഇവിടെ ഇസ്ലാമിക ഭരണം ഉണ്ടാകുമെന്നാണ്. വി ഡി സതീശൻ ഇസ്ലാമിൻ്റെ കാലുപിടുത്തക്കാരനാണ്, ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രയോക്താവാണ്, വി ഡി സതീശൻ മുസ്ലിം പ്രീണനമാണ് രാഷ്ട്രീയ ആയുധമായി എടുത്തിരിക്കുന്നത് എന്നൊക്കെ പ്രചരിപ്പിച്ചത് സംഘികൾ മാത്രമല്ല, ഇന്നാട്ടിലെ സാമൂഹിക പരിഷ്കർത്താക്കൾ എന്നവകാശപ്പെടുന്ന കമ്മികൾ കൂടിയാണ്. രണ്ടു കൂട്ടരും മത്സരിച്ച് വി ഡി സതീശൻ്റെ ഇസ്ലാമിക അടിമത്ത രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉടൻ തന്നെ കമ്മികൾ നിലപാട് മാറ്റി. വി ഡി സതീശൻ സംഘപരിവാറിൻ്റെ ബി ടീം മാനേജരാണ്, മോദിക്ക് വേണ്ടിയാണ് വി ഡി സതീശൻ എല്ലാം ചെയ്യുന്നത്, അദാനിയാണ് വി ഡി സതീശൻ്റെ സ്പോൺസർ, മോദി പറയുന്നവരെയാണ് ഇവിടെ നിയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയ കോലാഹലം ആരംഭിച്ചു. അതിൽ തന്നെ കടിച്ചു തൂങ്ങി മുമ്പോട്ട് പോവുകയാണ് അവർ. ദേവസ്വം ബോർഡിൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമനം മുതൽ ഇപ്പോഴിതാ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിച്ചതുവരെ വി ഡി സതീശൻ്റെ സംഘബന്ധത്തിന് തെളിവായി അവർ ആഘോഷിക്കുന്നു. ഇവർക്ക് അല്പമെങ്കിലും ലജ്ജയുണ്ടായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് വി ഡി സതീശനെ സുഡാപ്പികളുടെ പ്രതിനിധിയാക്കി മുസ്ലിം പ്രീണന രാഷ്ട്രീയക്കാരനാക്കി ചിത്രീകരിച്ചതിൽ ഒരു മാപ്പ് പറഞ്ഞിട്ട്, ഒരു തിരുത്തൽ പറഞ്ഞിട്ട് ഇത് ചെയ്താൽ കൊള്ളാമായിരുന്നു. കാഫിർ സ്ക്രീൻഷോട്ട് മുതൽ തുടങ്ങിയതാണ് ഈ അസുഖം. അത് കഴിഞ്ഞിങ്ങോട്ട് വി ഡി സതീശൻ മുസ്ലിം രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നു. ലീഗ് എന്ന് പറയുന്ന വർഗീയ പാർട്ടിയാണ് വി ഡി സതീശൻ്റെ സ്പോൺസർ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചവർ ഇപ്പോൾ മുസ്ലിം വിരുദ്ധനായ സംഘിയാണ് എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞത് തിരുത്താനുള്ള മര്യാദ കമ്മ്യൂണിസ്റ്റുകാർക്കില്ല എന്ന് തീർച്ച. ആ ആരോപണത്തിൻ്റെ തുടർച്ചയായി മാത്രം കണ്ടാൽ മതി ശേഷാദ്രിനാഥനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനായി നിയമിച്ചുകൊണ്ടുള്ള വി ഡി സതീശൻ സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്ന ആരവം കേൾക്കാൻ. ശേഷാദ്രിനാഥൻ ഒരു മജിസ്ട്രേറ്റായി ജോലിക്ക് കയറി ജില്ലാ ജഡ്ജിയായി വിരമിച്ച ആളാണ്. സർവീസിലുണ്ടായിരുന്ന ഒരു കാലത്തും അദ്ദേഹത്തിനെതിരെ ആരും സംഘി എന്ന ആരോപണം ഉന്നയിച്ചിരുന്നില്ല. കോടതിയിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ മെറിറ്റിൻ്റെ മാത്രം അടിസ്ഥാനത്തിലായിരുന്നു. അദ്ദേഹം ഒരു കടുത്ത ഭക്തനാണ്, എപ്പോഴും കുറി തൊട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം സംഘിയാവണമെന്നില്ല. ഇനി സംഘി ആണെങ്കിൽ തന്നെ, മോദിയോടോ കേന്ദ്ര സർക്കാരിനോ ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ, അദ്ദേഹം തൻ്റെ പ്രൊഫഷനിൽ, അദ്ദേഹം തൻ്റെ തൊഴിലിൽ ഇന്നേ വരെ മായം ചേർത്തിട്ടില്ല. അത് കോൺഗ്രസ്സുകാർക്കും അറിയാം. കാരണം പെരിയയിലെ കൊലപാതക കേസടക്കം കൊല ചെയ്യപ്പെട്ട ആളുകൾക്ക് നീതി നേടിക്കൊടുത്തത് ഈ ജഡ്ജിയായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പോലും നീതിരഹിതമായി പെരുമാറിയിട്ടില്ല. അദ്ദേഹത്തിനെതിരെ ഒരു അഭിഭാഷകൻ പോലും പരാതിപ്പെട്ടിട്ടില്ല. അത്ര ശുഷ്കാന്തിയോടെ നീതിബോധത്തോടെ പണിയെടുത്തിരുന്ന ഉദ്യോഗസ്ഥൻ. പക്ഷേ CPM-കാർക്ക് അദ്ദേഹത്തെ കണ്ടുകൂടായിരുന്നു. കാരണം അവരുടെ രാഷ്ട്രീയ കൊലപാതകമൊന്നും അട്ടിമറിക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല. ഇക്കാര്യം വ്യക്തമായി തന്നെ BRM ഷഫീർ ഒരു പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ശേഷാദ്രിനാഥൻ CPM-കാർ വെട്ടിക്കൊലപ്പെടുത്തിയ ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും കേസിൽ CPM MLA ആയിരുന്ന കുഞ്ഞിരാമനടക്കം CPM നേതാക്കൾക്ക് ശിക്ഷ വിധിച്ചതും, പെരിയ ഇരട്ടക്കൊലക്കേസിൽ CPM-ൻ്റെ പ്രധാന പ്രതികൾക്കെല്ലാം ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചതുമായ അന്നത്തെ CBI സ്പെഷ്യൽ ജഡ്ജിയായിരുന്നു ശേഷാദ്രിനാഥൻ. CPM-കാർക്ക് സംഖ്യയാകുന്നത് സ്വാഭാവികമാണ്. ശേഷാദ്രിനാഥൻ RSSകാരനാണെന്ന് പറയുന്നത് സൂക്കേട് വേറെയാണ്. പഠനകാലത്ത് SFI-കാരനും SFI പാനലിൽ കോളേജ് യൂണിയൻ ഭാരവാഹിയുമായിരുന്നു ശേഷാദ്രിനാഥൻ. ശേഷാദ്രിനാഥൻ ഒരു ദൈവവിശ്വാസിയാണെന്നും അദ്ദേഹത്തിൻ്റെ വിധിന്യായങ്ങളൊക്കെ സത്യവും നീതിയും ഉയർത്തിപ്പിടിക്കുന്നതായിരുന്നു എന്നും ന്യായാധിപൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളിൽ ജുഡീഷ്യറിക്ക് നിരക്കാത്ത ഒന്നും ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നതുമാണ് അദ്ദേഹത്തെ അടുത്തറിയാവുന്നവരും എനിക്കറിയാവുന്നവരുമായ ഒരുവിധം പെട്ട അഭിഭാഷകരോടൊക്കെ ചോദിച്ചപ്പോൾ അവരും പറയുന്നത്. നമ്മളറിഞ്ഞ ശേഷാദ്രിനാഥനിൽ ഒരു RSSകാരനെ നമുക്കിതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇനി കാണുമ്പോൾ അപ്പോൾ അതനുസരിച്ച് നമുക്ക് നോക്കാമെന്നേ. ശേഷാദ്രിനാഥൻ എന്ന് കേട്ടപ്പോൾ ഇവന്മാർക്ക് ഓർമ്മ വന്നത് RSSൻ്റെ സൈദ്ധാന്തികനായ ശേഷാദ്രിയാണ്. പിന്നൊന്നും നോക്കിയില്ല, വെച്ചങ്ങ് കാച്ചി. ശേഷാദ്രിനാഥൻ RSS തന്നെ എന്ന് ഒരു ഗതികേട് നോക്കണേ. CPM-കാരുടെ അസുഖത്തിൻ്റെ കാരണമാണ് ഷഫീർ ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല. ഇനി ശേഷാദ്രിനാഥനെ റിട്ടയർ ചെയ്തതിന് ശേഷം ഒരു സംഘപരിവാർ രാഷ്ട്രീയമുണ്ട് എന്ന് കരുതുക. അതിലെന്താണ് കുഴപ്പം? ശേഷാദ്രിനാഥനെ തിരഞ്ഞെടുത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായാണ്. നമ്മുടെ നാട്ടിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഭംഗിയായി നടത്തണം. അതിനപ്പുറത്തേക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല. അല്ലെങ്കിൽ തന്നെ നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ നടത്താൻ നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാർ കേന്ദ്ര സർക്കാർ, അതായത് മോദി സർക്കാർ, അതായത് സംഘി സർക്കാർ നിയന്ത്രിക്കുന്നവരാണ്. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിനാണ്
BJPയോട് താല്പര്യമുണ്ട് എന്നതുകൊണ്ട് മാത്രം ഇങ്ങനെ വെറുക്കുന്നത്. BJP രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. RSS രാജ്യത്തെ ഏറ്റവും വലിയ സാമൂഹിക പ്രസ്ഥാനമാണ്. ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന അനേകം സർക്കാരുകൾ സംഘപരിവാറിൻ്റെതാണ്. 12 വർഷമായി മോദി ഭരിക്കുന്നത് സംഘപരിവാർ എന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായാണ്. എന്നിട്ട് രാജ്യത്തിന് എന്തെങ്കിലും സംഭവിച്ചോ? എന്നിട്ടവർ നിയമം ലംഘിച്ചോ? എന്നിട്ടവർ ഭരണഘടന ലംഘിച്ചോ? പിന്നെ എന്തിനാണ് ഒരാൾ BJP കാരനാണ് എന്നതുകൊണ്ട് മാത്രം ഇത്ര വെറുപ്പ് പറയുന്നത്? ഒരാൾക്ക് CPM ആവാം, കോൺഗ്രസ് ആവാം, നക്സലൈറ്റ് ആവാം, ആം ആദ്മി ആവാം, ഏത് പാർട്ടിയുമാകാം. പക്ഷെ അയാൾ കേരള കോൺഗ്രസ് ആവാം, മുസ്ലിം ലീഗുകാരനാവാം, അതും പോരാഞ്ഞ് SDPI കാരനോ പോപ്പുലർ ഫ്രണ്ടുകാരനോ ആകാം, ഒരു കുഴപ്പവുമില്ല. പക്ഷെ ഒരാൾ BJP കാരനായാൽ കുഴപ്പമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അയാൾക്ക് BJP കാരനാവാൻ തോന്നി, അയാൾ BJP കാരനായി. അതിലെന്താണ് കുഴപ്പമിരിക്കുന്നത്? ഇവിടെ ശേഷാദ്രിനാഥൻ BJP കാരനാണ് എന്ന് പറയാൻ ഒന്നുമില്ല. അദ്ദേഹം ഒരുപക്ഷെ മോദിയെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെയോ നല്ലത് പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവും. BJP കാർ മാത്രമാണോ അങ്ങനെ പറയുന്നത്? ഈ ഒരു രോഗം എന്തുകൊണ്ടാണ് കേരളത്തിന് മാറാത്തത് എന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശനെ കാണുന്നതിന് വേണ്ടി ഞാൻ പോയിരുന്നു. ആരോഗ്യമന്ത്രി K മുരളീധരനെ കാണാൻ പോയപ്പോൾ മുകളിൽ മുഖ്യമന്ത്രി ഉണ്ട് എന്നറിഞ്ഞ് കയറി ചെന്നതാണ്. ചെന്നു, അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചു. ഞാൻ മാത്രമായിരുന്നില്ല, UNAയുടെ നേതാക്കന്മാരുണ്ട്. ഞങ്ങളുമായി അദ്ദേഹം വിശദമായി സംസാരിച്ചു. സംസാരം കഴിഞ്ഞ് മടങ്ങി ഞങ്ങൾ തന്നെ ചിത്രം ഫേസ്ബുക്കിലിട്ടു. ഈ പറയുന്ന ഒരു പ്രത്യേകതരം മനോരോഗമുള്ള വർഗീയ മനസ്സുള്ള കുറേയധികം ആളുകൾ ചാടി രംഗത്തിറങ്ങി. VD സതീശൻ എന്ന മുഖ്യമന്ത്രി ഷാജൻ സ്കറി എന്ന മാധ്യമപ്രവർത്തകനെ കണ്ടത് എന്തോ വലിയ തെറ്റാണെന്നാണ് അവർ പറയുന്നത്. ഈ നാട്ടിലെ ഓരോ പൗരനും മുഖ്യമന്ത്രിയെ പോയി കാണാൻ അവകാശമുണ്ട്. അതൊരു ക്രിമിനലാണെങ്കിലും കാണുന്നതിൽ തെറ്റൊന്നുമില്ല. കഴിഞ്ഞ 30 വർഷത്തിലധികമായി മാധ്യമപ്രവർത്തനം നടത്തുന്ന എനിക്ക് കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയെ കാണാൻ ഒരു തരത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട കാര്യമില്ല. അതിനെ അവർ വ്യാഖ്യാനിക്കുന്നത് എന്തെല്ലാം നുണക്കഥകൾ പറഞ്ഞാണ്. താജുദ്ദീൻ എന്നു പേരുള്ള ഒരു സമ്പൂർണ്ണ സുഡാപ്പിയുണ്ട്. പഴയ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ വലിയ വക്താവാണ്. അദ്ദേഹം നിരന്തരം വർഗീയത പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നു. താജുദ്ദീൻ്റെ ഫേസ്ബുക്ക് പേജ് ഇടയ്ക്കിടെ നിന്നുപോയതോടെ അദ്ദേഹം തൻ്റെ പേരിൻ്റെ കുഴപ്പം തിരിച്ചറിഞ്ഞ് തേജോധരൻ പോറ്റി എന്നൊരു വ്യാജനാമം ഉണ്ടാക്കി. അങ്ങനെ വ്യാജനാമത്തിൽ അദ്ദേഹം ഇങ്ങനെ കുറിച്ചു: മുസ്ലിങ്ങളെ പൈശാചികവൽക്കരിച്ച് ഹിന്ദുക്കളെ പേടിപ്പിച്ച് BJPക്ക് വോട്ട് കൂട്ടാൻ കൊട്ടേഷൻ ഏറ്റെടുത്ത ഷാജിനെ തിരിച്ചറിയാൻ ഇത്രയധികം പുസ്തകങ്ങൾ വായിച്ചിട്ടും സതീശന് കഴിയുന്നില്ലേ? അതോ മുസ്ലിങ്ങൾ ഇതൊക്കെ അർഹിക്കുന്നു എന്നാണോ സതീശൻ ചിന്തിക്കുന്നത്? സമാനമായ പോസ്റ്റുകളുമായി പിന്നെ കമ്മി സുഡാപ്പി കൂട്ടങ്ങളുടെ വരവായി. ഷമീർ TP ഇങ്ങനെ എഴുതി: കഴിഞ്ഞ 50 വർഷത്തിനുള്ളിൽ കേരളത്തിന് മനസാക്ഷിയെ മതപരമായും വർഗീയമായും ഇത്രയധികം വിഭജിച്ച മറ്റൊരു വിഷജീവിയെ സാജൻ സ്കറിയെ പോലെ മറ്റൊരാളെ കേരളം കണ്ടിട്ടില്ല. അപ്പോയിൻമെൻറ്റ് പോലും ആവശ്യമില്ലാതെ മുഖ്യമന്ത്രി ഓഫീസിലേക്ക് കയറിച്ചുള്ള പ്രിവിലേജ് ഇന്ന് സാജൻ സ്കറിയയ്ക്കുണ്ട്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെയും സാമൂഹിക പശ്ചാത്തലത്തെയും അതിദുർബലമാക്കുന്ന ഒരു വലിയ തീരുമാനമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി സംഖ്യയായ ശേഷാദ്രിനാഥനെ സർക്കാർ നിയമിക്കുന്നത്. ആർക്കും ഒരു പ്രശ്നവുമില്ല. എതിർവാക്ക് ഉയർത്തിയ കോൺഗ്രസ് നേതാവിനെ കാണാൻ പോലും സതീശൻ കൂട്ടാക്കിയില്ല. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പിണറായി വിജയനെയും ഇടതുപക്ഷക്കാരെയും സംഖ്യകളാക്കിക്കൊണ്ടിരുന്ന മുസ്ലിം ലീഗുകാരെയോ മൗദീദികളെയോ നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? രാഷ്ട്രീയ എതിരാളികളോട് ഇത്രയേറെ ആക്രമോത്സുകതയുള്ള കേരളത്തിലെ മുസ്ലിം ലീഗുകാർ ഒരു ഞെരുക്കം പോലും പുറത്തു കൽപ്പിക്കാതെ ഇങ്ങനെ വന്ധീകരിക്കപ്പെട്ടതിൻ്റെ രഹസ്യം എന്താണ്? ഒരൊറ്റ ഉത്തരം: സ്വന്തം നാടിനെയും സമുദായത്തെയും വരെ ഒറ്റിക്കൊടുത്തും തീരാത്ത അധികാരത്തോടും പണത്തോടും ആർത്തി ആർത്തി ആർത്തി. അനൂപ് VR എന്ന KC വേണുഗോപാലിൻ്റെ സഹപ്രവർത്തകൻ ഇങ്ങനെ എഴുതുന്നു: 10 വർഷത്തിൽ പിണറായിയുടെ തുടർഭരണം അവസാനിപ്പിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന മാന്യദേഹം വഹിച്ച പങ്ക് CPM അനുഭാവികൾ മാത്രമല്ല, രഹസ്യമായി CPM നേതാക്കൾ സമ്മതിക്കും. ആ വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെ ഞങ്ങളെപ്പോലുള്ളവർ ചാനലുകളിലും സാധാരണ പ്രവർത്തകർ ചായപ്പീടികളിലും സംസാരിച്ചതിൻ്റെ കൂടി ഉൽപ്പന്നം കൂടിയാണ് ഈ സർക്കാർ. വെള്ളാപ്പള്ളി നടേശന് കേവലം ഒരു വ്യക്തിയുടെ പേര് മാത്രമല്ല, അതൊരു മനോഭാവമാണ്. വെള്ളാപ്പള്ളിയെപ്പോലുള്ള ആളുകൾക്ക് പോലും സ്വാഭാവികമായി മുസ്ലിം വിരുദ്ധത പ്രസരിപ്പിക്കാൻ സഹായകരമായ ഒരു അന്തരീക്ഷ രൂപീകരണം സാധ്യമാക്കുന്നതിൽ ഏറ്റവും സുപ്രധാനമായി പങ്കുവഹിച്ചത് മറുനാടൻ ഷാജൻ സ്കറിയയും അയാളുടെ മാധ്യമവും തന്നെയാണ്. അത്തരം നിലപാടുകൾക്കും എതിരെ കൂടിയാണ് ഇപ്പോഴത്തെ ജനവിധി. VD സതീശൻ ഇപ്പോൾ കേരളത്തിന് മുഖ്യമന്ത്രിയാണ്. ആർക്കും അദ്ദേഹത്തെ കാണാം. അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, കോൺഗ്രസ് നേതാക്കന്മാർക്കും അദ്ദേഹത്തെ കാണാൻ കാത്തിരിക്കേണ്ടി വരും. അതും സ്വാഭാവികം മാത്രം. അതേസമയം മറുനാടൻ ഷാജൻ സ്കറി അവകാശപ്പെടുന്നത് പോലെ അത്തരം ഔപചാരികതകളൊന്നുമില്ലാതെ മറുനാടനെ പോലെ ഒരാൾക്ക് മുഖ്യമന്ത്രി ഓഫീസിലേക്ക് ഓടിക്കയറാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഈ സർക്കാർ വരാൻ പ്രയത്നിച്ച സാധാരണ പ്രവർത്തകരെയും ഈ സർക്കാർ വരാൻ വോട്ട് ചെയ്ത സാധാരണക്കാരെയും സംബന്ധിച്ച് സങ്കടകരം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ ആവില്ല. അത് നൽകുന്ന സന്ദേശം ഈ സർക്കാരിനെ സംബന്ധിച്ച് ഗുണപരമല്ല എന്ന് മാത്രം എന്ന് പറയേണ്ടി വരും. സമരം ചെയ്യുന്ന നേഴ്സുമാർക്ക് ഒരു ഇടനിലക്കാരൻ്റെയോ ആവശ്യമില്ലാതെ അവരുടെ ആവലാതികൾ സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കപ്പെടാൻ കഴിയണമെന്നും അവരുടെ സുതാര്യം ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടണം തന്നെയാണ് എല്ലാ കാലത്തും അവരോടൊപ്പം നിന്നിട്ട് ഒരാൾ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം.
ഇത് ഇങ്ങനെ ഒരുപാട് പോസ്റ്റുകളുണ്ട്, ഞാൻ എല്ലാം കടന്നു കയറുന്നില്ല. ഇവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ ഒരുപാട് തവണ ചോദിച്ചതാണ്. ഞാൻ ഇന്നേ വരെ ഇസ്ലാം എന്ന മതത്തെയോ പ്രവാചകനെയോ ഖുറാനെയോ അല്ലെങ്കിൽ മുസ്ലിം മതസംഘടനകളെയോ തള്ളി പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ലീഗ് ഒരു വർഗീയ പാർട്ടി അല്ല എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും മുസ്ലിം വിരുദ്ധമായ ഒരു പരാമർശം നടത്തിയത് ചൂണ്ടിക്കാണിക്കാമോ? ഇല്ല. അതുകൊണ്ട് തന്നെ തീവ്രസംഖ്യകളും കൃസംഖ്യകളും ഒക്കെ ഞാനിപ്പോഴും സുഡാപ്പികളുടെ ഫണ്ട് പറ്റുന്ന ആളാണ് എന്ന ആരോപണം ഉയർത്താറുണ്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ തൃശ്ശൂരിലെ നേഴ്സിംഗ് സമരത്തിൽ പങ്കെടുക്കുമ്പോൾ. എന്നിട്ടും നിങ്ങളിത് പറയുന്നത് നിങ്ങൾക്ക് സത്യമറിയാത്തത് കൊണ്ടല്ല. ഇങ്ങനെ പറയുമ്പോൾ ചില തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് സുഖം കിട്ടുന്നത് കൊണ്ടാണ്. മറുനാടൻ്റെ സ്വാധീനം നിങ്ങളെ ഭയപ്പെടുത്തുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് മറുനാടന് ഒരിടത്തും എൻട്രി ഉണ്ടാവരുതെന്ന്. അനൂപിനെ പോലുള്ളവർ ദയവായി മനസ്സിലാക്കുക, പിണറായിസ്റ്റ് ദുർഭരണത്തിനെതിരെ ഏറ്റവും വലിയ പോരാട്ടം നടത്തിയ വ്യക്തികളിൽ ഒരാൾ ഞാനാണ്. ഈ സർക്കാർ ഇങ്ങനെ വന്നിട്ടുള്ളതിൻ്റെ ഉത്തരവാദി അനൂപിനെ പോലുള്ളവരാണ് എന്ന് പറയുമ്പോഴും ചെറുതല്ലാത്ത പങ്ക് എന്നെ പോലുള്ളവരും വഹിച്ചിട്ടുണ്ട്. അത് ഈ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ വികാരം തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്കൊപ്പം നിന്നതുകൊണ്ടാണ്. നേഴ്സുമാരുടെ സംഘടനയെ പിന്തുണയ്ക്കാൻ നിങ്ങളുടെ പാർട്ടിയിൽ ആരുമില്ല എന്നത് അനൂപ് മറക്കരുത്. ഒരൊറ്റ നേതാവ് പോലും എന്താണ് സമരത്തിലേക്ക് തിരിഞ്ഞു നോക്കാത്തത്? ഇനി അനൂപിൻ്റെ അഭിപ്രായം അനൂപിൻ്റെ നേതാവായ KC വേണുഗോപാലിനെ കൊണ്ടോ മാത്യു കൊഴുനാടനെ കൊണ്ടോ എങ്കിലും പറയിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. ഒരു കാര്യം ഓർക്കുക, ഈ നാട്ടിൽ കുറേ തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാരുടെ തലയിൽ പിടിച്ചിരിക്കുന്ന ഭീകര ചിന്ത, അതിനെ പാലൂട്ടി വളർത്തുന്നത് നിങ്ങളെപ്പോലുള്ളവരാണ്. നിങ്ങളൊക്കെയാണ് ഏറ്റവും അധികം വിഷം വമിപ്പിക്കുന്നത്. ഈ നാട്ടിൽ മുസ്ലിം വിരുദ്ധത ഏറ്റവും അധികം പ്രചരിപ്പിച്ച് മലപ്പുറം എന്ന ഒരു ദേശത്തെ തന്നെ തള്ളിപ്പറഞ്ഞ വെള്ളാപ്പള്ളിയെക്കുറിച്ച് നിങ്ങൾക്കാർക്കും ഒരു പരാതിയുമില്ല. ഈ നാട്ടിൽ ഏറ്റവും അധികം വർഗീയത പരത്തുന്ന മീഡിയ വണിനെക്കുറിച്ച് നിങ്ങൾക്കൊരു പരാതിയുമില്ല. നിങ്ങൾക്ക് എന്നോട് പരാതിയുള്ളത് വർഗീയത പറയാതെ രാഷ്ട്രീയം പറയുന്നത് കൊണ്ടാണ്. വർഗീയത പറയുമെങ്കിൽ നിങ്ങൾക്ക് എന്നെ തള്ളിപ്പറയാൻ എളുപ്പമാണ്. രാഷ്ട്രീയം പറയുന്നത് കൊണ്ട്, ആ രാഷ്ട്രീയം സാധാരണക്കാർക്ക് ബോധ്യപ്പെടുന്നത് കൊണ്ട്, നിങ്ങൾ കെട്ടിപ്പൊക്കിയ നുണയുടെ സാമ്രാജ്യം തകർന്നു വീഴുമെന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ പണി ഒപ്പിക്കുന്നത്. VD സതീശൻ തൻ്റെ ഓഫീസിൽ കയറ്റിയില്ലെങ്കിലോ രമേശ് ചെന്നിത്തലയുടെ പോലീസ് വേട്ടയാടിയാലോ ഒന്നും ഭയന്നു പോകുന്ന മാധ്യമപ്രവർത്തനമല്ല എൻ്റെ പരിചയം. ഈ പണി അവസാന ശ്വാസം വരെ സത്യസന്ധമായി തന്നെ ചെയ്യും. നിങ്ങൾ എന്ത് പട്ടം നൽകിയാലും അതെന്നെ ബാധിക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് സത്യത്തിനൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ പറയുന്നത് ശരിയാവണമെങ്കിൽ പിണറായി സർക്കാരിനെതിരെ ഏറ്റവും അധികം ആഞ്ഞടിച്ചത് ഞങ്ങളായിരുന്നു. അത് ജനങ്ങൾ വിശ്വസിച്ചു എന്നതിൻ്റെ കൂടെ തെളിവാണ് പിണറായിക്കും CPM-നും LDF-നും ഉണ്ടായ വമ്പൻ തകർച്ച. അപ്പോൾ പിന്നെ ജനങ്ങൾ നിങ്ങളോടൊപ്പമല്ല ഞങ്ങളോടൊപ്പമാണ് എന്നെങ്കിലും തിരിച്ചറിയുക.